പോകുന്നു എന്നുള്ളതാണ്. ഇതൊരു മെസ്സേജാണ്. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. അതൊരു ട്രൈബൽ ഭാഷയിലാണ് അല്ലേ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഭാഷയൊക്കെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായി? ആക്ച്വലി ഞങ്ങളത് വലിയ തയ്യാറെടുപ്പൊന്നുമില്ലാതെ പെട്ടെന്ന് ചെയ്തൊരു സംഭവമാണ്. മൂപ്പര് തന്നെ ഒരുപാട് ഇതിലെനിക്ക് അവസരം തന്നു. ഞാൻ ആദ്യം ഒരു കുരുക്ക് എന്ന് പറഞ്ഞ സിനിമയിലാണ് ഷിഹാബ് ഷാനെ വിളിക്കുന്നത്. അതിന് മുൻപ് പുതാടി വെച്ചിട്ട് ഒരു സിനിമേന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സ്കൂളിലേക്ക് പോകുന്ന സമയമാണ്. ആ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ട് അജി എന്ന് പറഞ്ഞൊരാളല്ല, ഞങ്ങൾ പുഴ മുതൽ പുഴ വരെ ഒന്നിച്ച് അഭിനയിച്ചാണ് അജി എന്ന് പറഞ്ഞത്. അജി എന്നെ അവിടുന്ന് കണ്ടിട്ട് ഉണ്ണിയേട്ടാ ഒരു സീനുണ്ട്, ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മള് ഡബിൾ ഓക്കെ ആണല്ലോ. അങ്ങനെ പോയി ചെന്ന് 2 മിനിറ്റ് സീൻ ഉണ്ടായി, 2 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് ഷിഹാബിന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് ഈ കുരുക്ക് എന്ന് പറഞ്ഞ ഒരു സിനിമ വന്നപ്പം ഷിഹാബ് ഷാ അത് കണ്ടിട്ട് തെരഞ്ഞു പിടിച്ചിട്ട് എന്റെ നമ്പർ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്രസാദ് മോനെ കോൺടാക്ട് ചെയ്തിട്ട് പ്രസാദ് മോന്റെ അടുത്ത് നമ്പർ വാങ്ങിച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചവർ ഒരു രാത്രി 8:00 വിളിക്കുന്നത്. അപ്പൊ തന്നെ ഞാൻ പോയി കാണാൻ പോയി, നാളത്തേക്ക് വെച്ചില്ല. ആ രാത്രി തന്നെ ഷിഹാബിന്റെ വീട്ടിൽ പോയി കണ്ടു. നമ്മൾ അതിലേക്ക് ഒക്കെ പറഞ്ഞ് അങ്ങനെ അടുത്ത ആഴ്ച ഷൂട്ടിൽ അങ്ങനെയാണ് കുരുക്കിലേക്ക് വരുന്നത്. അതിനുശേഷം പിന്നെ മൊറാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തു, സീതാറാം എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തു. പിന്നെ കുറെ ആൽബങ്ങള്, ഇപ്പൊ ഒരു സന എന്ന് പറഞ്ഞിട്ടൊരു ആൽബം ഞങ്ങൾ ചെയ്ത് ഷൂട്ട് കഴിഞ്ഞപ്പം അത് മില്ലേനിയം ഓഡിയോസ് അത് എടുത്തിട്ടുണ്ട്. മില്ലേനിയം സജ്ജേട്ടനാണ് അത് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ വർക്കൊക്കെ ഏകദേശം പൂർത്തിയായി ഉടനെ തന്നെ അത് മില്ലേനിയം ഓഡിയോസിൽ റിലീസ് ആകും. അതൊക്കെ ഒരു വലിയ അംഗീകാരമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തോട് നല്ലൊരു വ്യക്തിയാണ്. കൂടെ ഉള്ള ആളുകളെയൊക്കെ ഭയങ്കര കുട്ടികളാണെങ്കിലും ഒക്കെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അതാണ് മൂപ്പരോടൊരു ഇഷ്ടം തോന്നാൻ ഒരു പ്രധാന കാരണം. അതെനിക്കൊരു പേടിയായിരുന്നു. പിന്നെ ഇപ്പൊ ഭയങ്കര കമ്പനിയാണ്, ഭയങ്കര സുഹൃത്ത്, നല്ലൊരു മനസ്സിന് ഉടമയാണ്. അതൊക്കെ ഒരു വലിയ സന്തോഷമാണ് ഈ ഫീൽഡിൽ നിന്ന് കിട്ടുന്ന ഒരു കുറച്ച് സുഹൃത്തുക്കളെ കിട്ടിയെന്നുള്ളത്. തീർച്ചയായിട്ടും ഉണ്ട് ചേട്ടാ. സുഹൃത്തുക്കളുടെ കാര്യം പറഞ്ഞതുകൊണ്ട്